ഹലോ ഹായ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാടൻ ഭക്ഷണമായ ഇലയട എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ചക്കയൊക്കെ ചേർത്ത് നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. വാ എല്ലാവരും. 2 കപ്പ് അരിപ്പൊടി, അതാ ഇടിയപ്പപ്പൊടിയാണേ. ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് നല്ലവണ്ണം കുഴച്ച് മയപ്പെടുത്തി വെച്ചേക്കുക. 2 കപ്പ് അരിയേ. നമ്മൾ അരിപ്പൊടി വാങ്ങിച്ചതാണ്, ചുമന്ന അരിയുടെ പൊടിയാണ്. പിന്നെ ഇല കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നു. ചക്ക അരിഞ്ഞു വെച്ചിരിക്കുന്നു. ഇലയടയ്ക്കകത്ത് വെക്കാനുള്ള ഫില്ലിങ് നമുക്ക് തയ്യാറാക്കാവേ. അഞ്ച് ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ, 3 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത്. ഇപ്പം മാർക്കറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ശർക്കര പൊടിയായിട്ട് തന്നെ. അര ടീസ്പൂൺ ജീരകപ്പൊടി, നമ്മൾ ഏലക്ക ചേർക്കുന്നില്ല, ഇത്രയും മാത്രമേ ഉള്ളേ. നമുക്ക് 1 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകി കൂടെ ചേർക്കാവേ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഭക്ഷണമാണ്. നമുക്ക് 4 മണിക്ക് ചായയുടെ കൂടെയും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണമാണ് ഇലയട. ഇനി നമുക്ക് അത് പരത്തി ഫില്ല് ചെയ്ത് നമുക്ക് അപ്പച്ചമ്പിൽ വെച്ച് പുഴുങ്ങാം. നമുക്ക് ഇലയിൽ ഇത് പരത്താതെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവും നോക്കാം ഫില്ലിങ്സ് ഒക്കെ കൊടുത്ത് ഒരു ബോളാക്കി. കൈ ഒന്ന് നനയ്ക്കണം കേട്ടോ, വെള്ളത്തിൽ ഒന്ന് നനച്ച് വേണം. വളരെ കനം കുറച്ച് വേണം. ഇത് പല രീതിയിൽ മാവ് കുറെ കൂടെ ലൂസാക്കി ഇലയിൽ ഇങ്ങനെ കോരി ഒഴിച്ച് ചില ആൾക്കാരുണ്ടാക്കാറുണ്ട്. അത് എളുപ്പ വഴിക്ക് വേണ്ടി ഓരോരുത്തർ ചെയ്യുന്നതാണ്. അത് വളരെ കനം കുറച്ച് വേണം. നമ്മുടെ കൈ മാവിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കൈ നനച്ച് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഈസി ആയിട്ട് നമുക്കിത് പരത്താൻ പറ്റും കൈ ഒന്ന് നനഞ്ഞതാണ്. ഇനി ഫില്ലിങ്സ് ചേർക്കാവേ. ഇപ്പം ചക്കയുടെ സീസണൊക്കെ ആയതുകൊണ്ട് എല്ലാവരുടെയും വീട്ടിലും അല്ലെങ്കിൽ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ട് ഇപ്പം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുക.
ഒരു ഹെൽത്തി ഫുഡാണ്. അങ്ങനെ നമുക്ക് ഈ മാവെല്ലാം ഇതുപോലെ പരത്തി വെക്കാവേ. വീണ്ടും നമ്മൾ ഒന്നും കൂടെ പരത്തി നമുക്കിത് ഫില്ല് ചെയ്യാവേ. നല്ല ചെമ്പരത്തി വരിക്കയാണ്, ചെമ്പരത്തി വരിക്ക, തേൻ വരിക്ക എന്നൊക്കെ പറയുന്നത്. ഈ സീസണായിട്ട് കിട്ടുന്ന ഫ്രൂട്ട്സൊക്കെ നമ്മളെപ്പോഴും കൂടുതലായിട്ട് കഴിക്കണ്ടേ. നമ്മൾ പരത്തി വെച്ചേക്കാണ് അടുത്ത ഫില്ല് ചെയ്യാൻ. ഇങ്ങനെ നൈസായിട്ട് പരത്തണം. ഒത്തിരി കട്ടിയായാലേ ഒരു കറക്റ്റ് ഒരു നമുക്ക് കട്ടിയായാലേ ഒരു ഇഷ്ടപ്പെടത്തില്ല. നൈസായിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഫില്ലിങ് വെക്കും. ശരിക്കും പ്രസ് ചെയ്യണം കേട്ടോ. ഈ രണ്ട് സൈഡും ശരിക്കും പ്രസ് ചെയ്യാം. നമ്മൾ ഇലയപ്പം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞേ ലാസ്റ്റിലൊരു കൊഴുക്കട്ടയും കൂടെ ഉണ്ടാക്കി. ഇനി നമുക്ക് ഇത് അപ്പച്ചമ്പിനകത്ത്, ചൂടായ അപ്പച്ചമ്പിനകത്ത് നമുക്ക് ഇത് വെച്ച് പുഴുങ്ങിയെടുക്കാവേ. ചെമ്പിനകത്ത് നമ്മളെല്ലാം അടുക്കി വെച്ചു. ഇനിയും അടച്ചു വെച്ച് വേവിക്കാം, പുഴുങ്ങിയെടുക്കാവേ. നല്ല കണക്ക് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റ് ചെയ്യാവേ. ഏകദേശം ഒരു അരമണിക്കൂർ നമ്മൾ ഇത് പുഴുങ്ങാനായിട്ട് നമ്മൾ അപ്പച്ചമ്പിൽ വെച്ചിരുന്നേ. ഇനി നമുക്ക് പ്ലേറ്റ് ചെയ്യാം. പ്ലേറ്റ് ചെയ്തു. ഈ ഇല ഇങ്ങനെ വാടുമ്പോഴാണ് ഇത് നല്ലോണം വെന്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ പച്ച നിറമൊക്കെ മാറി വേറൊരു കളറിലേക്ക് ആ ഇലയുടെ മാറുവേ. അങ്ങനെയാണ്. നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. ഉണ്ടോ, നല്ല പെർഫെക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്. സ്നാക്കായിട്ടും ഉപയോഗിക്കാം. വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെയൊക്കെ കഴിക്കാനാണ് പറ്റിയൊരു ചക്ക വെച്ച ഇലയിട. എല്ലാവരും സന്തോഷമായിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണാമേ.